ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് വേറൊന്നുമല്ല. മധുര മീനാക്ഷി ക്ഷേത്രത്തിലേക്കൊക്കെ ഞങ്ങൾ ദർശനം നടത്തിയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് അപ്രതീക്ഷിതമായി നടത്തിയ വേറൊരു ക്ഷേത്ര ദർശനം ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ചാണ്. മുരുക ഭഗവാന്റെ 6 പടവീടുകളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? ഏറ്റവും പ്രസിദ്ധമായ 6 പടവീടുകളുണ്ട്. അതിലെ പ്രസിദ്ധമായ 2 അമ്പലം കൂടി ദർശിക്കാനുള്ള ഭാഗ്യം ഉണ്ടായി. ആദ്യം പോയത് തിരുപ്പരംകുന്റം മുരുകക്ഷേത്രത്തിലേക്കായിരുന്നു. അവിടെ നിന്നും ഞങ്ങൾ പഴമുതിരും ചോല മുരുകക്ഷേത്രം ദർശിക്കാനായി പോയി. അവിടുന്ന് മധുരയിൽ നിന്ന് ഏകദേശം ഒരു 25 കിലോമീറ്റർ ദൂരെയാണ് നമ്മുടെ പഴമുതിരും ചോല എന്ന് പറയുന്ന അമ്പലം. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ബസ്സൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ തിരുപ്പരംകുന്റം ക്ഷേത്രത്തിൽ നിന്നും അവിടുന്ന് ഒരു ഓട്ടോ പിടിച്ചിട്ടാണ് നമ്മൾ യാത്ര തുടർന്നത്. അവിടുന്ന് ഓട്ടോയ്ക്ക് ഏകദേശം 1200 രൂപ ചാർജ് പറഞ്ഞു. പിന്നെ നമ്മൾ മലയാളീസിനെ കണ്ടു കഴിഞ്ഞാൽ അവർ എക്സ്ട്രാ കൂട്ടി പറയും. എന്നാലും ഞങ്ങൾ 4 പേരുണ്ടായിരുന്നതുകൊണ്ട് തന്നെ പിന്നെ ഞങ്ങൾക്ക് അന്ന് വൈകുന്നേരം തിരിച്ച് പോരണമായിരുന്നു. ട്രെയിന് വൈകുന്നേരം 4 മണിക്കായതുകൊണ്ട് ഞങ്ങൾ ഓട്ടോ പിടിച്ചു. ഞങ്ങൾ അവിടുന്ന് ഓട്ടോയിൽ ഒരു മണിക്കൂറിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് യാത്ര. 1 മണിക്കൂറോളം യാത്ര ചെയ്ത് നേരെ ഞങ്ങൾ ഈ അമ്പലം സ്ഥിതി ചെയ്യുന്ന അടിവാരത്ത് നമ്മളെത്തി. അപ്പോൾ അവിടെ വേറെയും മനോഹരമായ ക്ഷേത്രങ്ങളുണ്ട് നമ്മൾ കേട്ടു. പക്ഷെ നമുക്ക് അവിടേക്കൊന്നും പോകാൻ പറ്റിയില്ല. അടിയിൽ നിന്നും നമ്മൾ ഈ തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ ഒരു ബസ്സുകൾ അങ്ങോട്ടുണ്ട് അമ്പലത്തിലേക്ക്. അതിലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഒരുപാട് ദൂരമുണ്ട്. അപ്പോൾ നമ്മൾ 10 രൂപ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് ബസ്സിൽ കയറി. വളരെ മനോഹരമായൊരു യാത്രയായിരുന്നു. എന്നിട്ട് നമ്മളവിടെ അമ്പലത്തിലിറങ്ങി. അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല ദർശനമായിരുന്നു. ഭഗവാന്റെ 2 ഭാര്യമാരായ വള്ളി ദേവയാനിയോടൊപ്പമാണ് നമുക്ക് ദർശനം തരുന്നത്. നല്ലൊരു വൈബായിരുന്നു. ചുറ്റും നല്ല പ്രകൃതി രമണീയമായ കാഴ്ചകളും പിന്നെ ഒരു മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വളരെ മനോഹരമായിരുന്നു. പക്ഷേ ഞങ്ങൾ രാവിലെ മുതലേ നമ്മുടെ അലച്ചിലാണ്. 2-3 ക്ഷേത്രമൊക്കെ പോയതുകൊണ്ടും ദൂരം ഉള്ളതുകൊണ്ടൊക്കെ നമ്മളൊക്കെ ആകെ ക്ഷീണിച്ചിരുന്നു. ഞങ്ങൾ എന്നിട്ട് അവിടെ നിന്ന് ദർശനമൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി അവിടെ നിന്ന് ഒരു ചെറിയൊരു കടയിൽ നിന്ന് ചായയൊക്കെ കുടിച്ച് അതിന് ശേഷം ഞങ്ങൾ ബസ് വെയിറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് തിരിച്ച് പോകണമെങ്കിലും അങ്ങനെയുള്ള ബസ്സുകൾ അവിടെ വരും. അപ്പോൾ നമ്മൾ 10 രൂപ ഓരോരുത്തരും ടിക്കറ്റ് എടുത്തിട്ട് ബസ്സിൽ കയറി. ബസ് ഫുള്ളായി കഴിഞ്ഞാൽ അവിടെ നിന്ന് നമ്മളതിനെ അവർ തിരിച്ച് അടിവാരത്ത് തന്നെ കൊണ്ടുവന്നിടും. അപ്പം ഞങ്ങൾ അവിടെ തന്നെ വെയിറ്റ് ചെയ്തു. ബസ്സിൽ കയറി അടിയിലെത്തി. അങ്ങനെ വൈകുന്നേരം നമ്മൾ ട്രെയിൻ പിടിച്ചു.